ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, 128 സങ്കീർത്തനത്തിൻ്റെ 3 ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നാം കടന്നു ചെന്നാൽ ഒലിവ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മക്കളെ ഉപമിച്ചിരിക്കുന്നത് ഒലിവ് തൈകളോടെയാണ്. നമുക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും മക്കൾ തന്നെയാണ്. അവർ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഒരു ദമ്പതിമാരുടെ ജീവിതം സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളതായി മാറുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മക്കൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇന്ന് പല ഭവനങ്ങളിലും ഒലിവ് തൈ ആകേണ്ട, അതായത് സന്തോഷം നൽകേണ്ട മക്കൾ ഇന്ന് കണ്ണീരും അസ്വസ്ഥതയും അസമാധാനവും ഒക്കെ നൽകി കടന്നു വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഒലിവ് തൈ ആകേണ്ട മക്കൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്? നമ്മൾ പലപ്പോഴും മക്കളെ പല വിധത്തിൽ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത് കടന്നു പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിത്തീരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പല കുഞ്ഞുങ്ങളോടും സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു കേട്ട ഒരു കാര്യം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. പല മക്കളും പറയാറുണ്ട്, ഞങ്ങളുടെ അപ്പനമ്മമാർ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു, ബാക്കി വെക്കുന്നു, ഞങ്ങളെ കരുതുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്, സത്യമാണ്. എന്നാൽ ഞങ്ങളുടെ അപ്പനമ്മമാർക്ക് ഞങ്ങൾക്ക് തരേണ്ട സ്നേഹം അവരിൽ നിന്ന് പലപ്പോഴും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും ഇന്ന് പല ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്. പിതാവ് ഒരു വശത്ത്, മാതാവ് മറ്റൊരു വശത്ത്, മക്കൾ വേറൊരു വശത്ത് മൊബൈലിൻ്റെ ഉള്ളിൽ ആയിരിക്കുകയാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥന നിലച്ചു, ഒരുമിച്ചുള്ള ഭക്ഷണം നിലച്ചു, ഒരുമിച്ചുള്ള കൂടിവരവ് നിലച്ചു, ഒരുമിച്ചുള്ള സംസാരങ്ങൾ നിലച്ചു. പ്രിയപ്പെട്ടവരെ, ആ ഒരുമിപ്പ് ഇന്ന് നഷ്ടപ്പെട്ടപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ ഈ സമയങ്ങളിൽ പലരും നമ്മുടെ കുഞ്ഞുങ്ങളെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പുറമേ നിന്ന് സ്നേഹം കിട്ടുമ്പോൾ അവർ ചിന്തിക്കുന്നു അതാണ് ഏറ്റവും വലിയ സ്നേഹം. 1-2 വർഷം കൊണ്ട്, അല്ലെ 5-6 മാസം കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് സ്നേഹം ലഭിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ വിചാരം മുഴുവൻ അവരാണ് അവരെ കരുതുന്നതെന്ന്. അത് തെറ്റായ ധാരണ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ വരുന്നു എന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഇന്ന് മൊബൈലിൻ്റെ ഉള്ളിൽ കുത്തിയിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ മൊബൈലിൻ്റെ ഉള്ളിൽ കുത്തിയിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ ഏകാന്തത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ ഏകാന്തതയാണ് പലപ്പോഴും പല അരുതാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെട്ടുപോകുകയും പല നാശത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടുപോകുകയും ചെയ്യുന്നതിന് കാരണം. ഈ സമയങ്ങളിലാണ് പലരും നമ്മുടെ കുഞ്ഞുങ്ങളെ മുതലെടുക്കുന്നതും അവരെ ചതിക്കുഴികളിൽ വീണുപോകുകയും ചെയ്യുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ ഒലിവ് തൈകൾ തന്നെയാണ്. ആ ഒലിവ് തൈകൾ ആക്കി മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, എൻ്റെ പുറകിൽ എത്ര മനോഹരമായിട്ടാണ് പൂക്കൾ കിളുത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ആ പൂക്കൾ ഇത്ര മനോഹരമായി കിളുത്ത് നിൽക്കുന്നത്? അതിനെ വെള്ളമൊഴിച്ച് വളമിട്ട് പാകപ്പെടുത്തി സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അതിന് പലപ്പോഴും എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ അത് ചിലപ്പം ഇതുപോലെ പുഷ്പിച്ച് നിൽക്കണമെന്നില്ല. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ നല്ല ഒരു മീൻകറി വെച്ചിട്ട് അതിനകത്ത് എല്ലാ പൗഡറുകളും ചേർത്ത് കഴിഞ്ഞാലും അതിനകത്ത് ഒരു സംഗതി ഇല്ല എങ്കിൽ ആ മീൻ രുചിയുള്ളതായി മാറുകയില്ല. അതെന്താണ് ആ സംഗതി എന്ന് ചോദിച്ചാൽ ഉപ്പാണ്. എന്നാൽ ഏറ്റവും വില കുറവുള്ള സാധനമാണ് ഉപ്പ്. എന്നാൽ ആ ഉപ്പ് അതിനകത്ത് ചേർത്തില്ലെങ്കിൽ ആ മീൻ രുചിയില്ലാത്തതായി തീരും. ഇതുപോലെയാ നാം നമ്മുടെ മക്കൾക്കെല്ലാം കൊടുത്താലും പ്രിയപ്പെട്ടവരെ, സ്നേഹം തക്ക സമയത്ത് അവർക്ക് ആവശ്യമുള്ള നേരത്തെ ആവശ്യമുള്ളതുപോലെ കൊടുത്തില്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലുകൾ ഇടറിപ്പോയി ഒലിവ് തൈകളാകേണ്ട സ്ഥാനത്ത്
അസ്വസ്ഥതകൾ നിറയുന്ന ഒരു ഭവനങ്ങളായി നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങൾ തീരും. അതേ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ ഒലിവ് തൈകളായി തന്നെ തീരട്ടെ. അങ്ങനെ ആകണമെങ്കിൽ മാതാപിതാക്കളായ നാം അവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുമ്പോൾ അവർ ഒലിവ് തൈകളായി തന്നെ തീരും. പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ ഒരു സന്ദേശത്താൽ നമ്മുടെ കുടുംബങ്ങളെയെല്ലാം സർവശക്തനായ ദൈവം സമൃദ്ധിയിലും സന്തോഷത്തിലും ഒലിവ് തൈകൾ പോലെ അനുഗ്രഹിച്ച് നമ്മുടെ മക്കളെ ഓരോരുത്തരെയും നമ്മുടെ ഭവനത്തിലാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.